തിരോധാനത്തിന്റെ ദുരൂഹത നീളുന്നതിനിടെ മറ്റൊരു ദുരൂഹതയുമായി ഭർത്താവിന്റെ ആത്മഹത്യ. പത്തനംതിട്ട തിരുവല്ലയിൽ അമ്മയും കുഞ്ഞുങ്ങളെയും കാണാതായ സംഭവത്തിൽ റീനയുടെ ഭർത്താവിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കവിയൂരിലെ വീട്ടിലാണ് അനീഷ് മാത്യുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അനീഷിന്റെ ഭാര്യ റീനയും 2 പെൺമക്കളെയും കാണാതായിട്ട് 2 ആഴ്ചയാവുകയാണ്. പോലീസ് അനീഷിനെ മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ആദ്യം ആ ബന്ധുവിന്റെ പ്രതികരണത്തിൽ. കാണാതായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഞങ്ങളുടെ അനിയനെ അന്ന് തൊട്ട് പുളിക്കീഴ് പോലീസ് സ്റ്റേഷനിൽ SI CI ഉൾപ്പെടെയുള്ള പോലീസുകാരെല്ലാം വിളിച്ച് നിരന്തര ചോദ്യം ചെയ്യലിലും മാനസിക പീഡനങ്ങളും അനുഭവിച്ചു. രാവിലെ പോയ വൈകുന്നേരം 10:30 വരെയൊക്കെ ആയിരുന്നു അവിടെ പിടിച്ചിരുത്തുന്നത്. നിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും കാണാതെ പോയതിന് നീ എഴുതി ഒപ്പിട്ട് തന്നാലേ ഞങ്ങൾക്ക് പത്രത്തിലോ പരസ്യമോ ഒക്കെ കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അവനെയും കൊണ്ട് എഴുതി ഒരു സൈൻ ചെയ്യിപ്പിച്ച് വാങ്ങിച്ചു. വിവരങ്ങളുമായി AB ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. ജയശങ്കർ, നേരത്തെ ഈ റീനയുടെയും കുട്ടികളുടെയും തിരോധാനവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഭർത്താവിനെതിരെ ചില ആരോപണങ്ങളൊക്കെ കുടുംബം അടക്കം ഉന്നയിച്ചിരുന്നു. ഇതിലൊക്കെ കൃത്യമായ വിശദമായ അന്വേഷണം നടക്കുന്നതിനിടെയാണ് ആത്മഹത്യ. നമുക്ക് എന്താണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്? അടിമുടി ദുരൂഹമാണല്ലോ ആത്മഹത്യയും തിരോധാനവും ഒക്കെ. സുഹേൽ, അനീഷ് മാത്യുവിന്റെ ആത്മഹത്യയിൽ വലിയ ദുരൂഹതയാണ് നിലനിൽക്കുന്നത്. ഇന്ന് വീട്ടിലാണ് ഇദ്ദേഹത്തെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ റീനയും മക്കളും 2 ആഴ്ച മുമ്പാണ് കാണാതാകുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം ഉൾപ്പെടെ തുടരുന്നൊരു ഘട്ടത്തിലാണ് അനീഷിനെ ഇത്തരത്തിൽ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ SP ഉൾപ്പെടെ പ്രത്യേക അന്വേഷണ സംഘത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചിരുന്നു. പക്ഷേ അവരുൾപ്പെടെ വിശദമായ അന്വേഷണം നടത്തിയിട്ടും ഈ അനീഷിന്റെ ഭാര്യ റീനയും 2 മക്കളെയും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. വീട്ടിലുൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട ഈ പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധനയും നടത്തിയിരുന്നു. അനീഷിനുൾപ്പെടെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുകയും വിശദമായ അന്വേഷണം നടത്തുന്നതിനിടയിലാണ് അനീഷിനെ ഇത്തരത്തിൽ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് റീനയുടെ കുടുംബം അനീഷിനെതിരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നു. റീനയെ കാണാതായി 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അനീഷും കുടുംബവും ഈ വിഷയത്തിൽ പോലീസിൽ പരാതി നൽകിയ ഉൾപ്പെടെയാണ് ഉള്ള ആക്ഷേപങ്ങളാണ് ഈ കുടുംബം എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചത്. എന്തായാലും അനീഷിന്റെ ഈ മരണം സംഭവിച്ചിരിക്കുന്നു. ആത്മഹത്യയാണെന്നാണ് പോലീസ് പ്രാഥമികമായി പറയുന്നത്. വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ഈ ബോഡി കണ്ടെത്തുന്നതും പോലീസ് പറയുന്നു. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അടിമുടി ദുരൂഹതയാണ്. ഒരു അമ്മയെയും 2 മക്കളെയും കാണാതായിട്ട് 2 ആഴ്ച പിന്നിടുന്നു. അതിനിടയിൽ ഭർത്താവ് അനീഷ് വീടിനുള്ളിൽ തൂങ്ങി മരിക്കുന്നു. എന്തായാലും ഈ സംഭവത്തിൽ വിശദമായൊരു അന്വേഷണം തന്നെ നടത്താനാണ് പോലീസിന്റെ തീരുമാനം. ആ അന്വേഷണത്തിലൂടെയായിരിക്കും ഇതിലെ ദുരൂഹതകളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുക. സുഹേൽ, റീനയും പെൺമക്കളും വീട് വിട്ടിറങ്ങിയിട്ട് ദിവസം 19 ആകുന്നു. അതിനിടയിൽ ഭർത്താവ് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഇപ്പോഴും റീനയും മക്കളെയും കണ്ടെത്താനായിട്ടില്ല. അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. AB ജയശങ്കറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.